മക്കളെ, അതാ നമ്മളുടെ യൂണിറ്റിലെ മൂന്നാമത്തെ ചാപ്റ്ററുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താണ്? ഗ്ലിംസസ് ഓഫ് എമിറേറ്റ്സ്, അല്ലെ? എമിറേറ്റ്സിന്റെ ഒരു ചെറിയ കാഴ്ച. 2 ദിവസത്തേക്ക് എമിറേറ്റ്സിൽ വന്നു പോകാൻ അവസരം കിട്ടിയ ഒരു യാത്രികൻ, അല്ലെ? അദ്ദേഹം ആരാണെന്ന് പറയുന്നില്ല. പക്ഷെ അദ്ദേഹം 2 ദിവസം കൊണ്ട് അവിടെ പരമാവധി കാര്യങ്ങളൊക്കെ ഒന്ന് ചുറ്റിപ്പോയി കണ്ടു. കുറെ സ്ഥലങ്ങളൊക്കെ കണ്ടു. ബുർജ് ഖലീഫയൊക്കെ കണ്ടു. അങ്ങനെ ഒരുപാട് മ്യൂസിയംസ് ഒക്കെ കണ്ടു. ബോട്ട് സവാരി നടത്തി. അങ്ങനെ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട ഒരു ചെറിയ അനുഭവക്കുറിപ്പ് അദ്ദേഹം എഴുതി വെച്ചിരിക്കുകയാണ് ഗ്ലിംസസ് ഓഫ് എമിറേറ്റ്സിലൂടെ. നമുക്ക് ഇതിനകത്ത് ചാപ്റ്ററിൽ നിന്നും വരുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ചിലപ്പോൾ നിങ്ങൾക്ക് പിക്ചേഴ്സ് ഒക്കെ കാണിച്ചിട്ട് ക്വസ്റ്റ്യൻ തരുവാടാ. അപ്പൊ നമുക്ക് ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ തരും. നോക്കിയേ, ആ ടെക്സ്റ്റിൽ തന്നെ ഉണ്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. നോക്കിയേ, നിങ്ങളോട് ഒരു പിക്ചർ കാണിച്ചു തന്നിട്ട് ഇത് ടെക്സ്റ്റിൽ, നിങ്ങളുടെ കഥയിൽ, ഈ സ്റ്റോറിയിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്, അല്ലെ? അപ്പോ പിക്ക് ഔട്ട് സെന്റൻസസ് റിലേറ്റഡ് ടു ദ ഫോളോയിങ് പിക്ചേഴ്സ് ഫ്രം ദ പാസേജ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. ചിലപ്പോൾ അങ്ങനെ ചോദിക്കും കേട്ടോ. ഈ ചോദ്യമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഈ പിക്ചറിനെ പറ്റി എന്താ പറഞ്ഞിരിക്കുന്നത്. ഐ വാസ് ഏബിൾ ടു വ്യൂ ദ ഇമ്പോസിംഗ് ബുർജ് ഖലീഫ, ദ ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡ് എന്ന് അതിനകത്ത് പറയുന്നില്ലേ? അതാണ് ഈ പിക്ചറിനെ പറ്റി പറയുന്ന ഭാഗം, അറിയാലോ. അതുപോലെ തന്നെ അടുത്ത പിക്ചർ, ഒരു ബോട്ട് സവാരിയുടെ പിക്ചർ തന്നിരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ് ഇത് എവിടെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ആ ടെക്സ്റ്റില്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് അറിയാലോ. നോക്കി ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണത്? ഇതാണ് കേട്ടോ. ബോട്ട് റൈഡ് ഇൻ ബുർജ് ഖലീഫ ബർദുബായ് ലേറ്റ് ഇൻ ദ ഈവനിങ് വാസ് ഫാസിനേറ്റിംഗ് എക്സ്പീരിയൻസ് എന്നവിടെ കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തൊരു പിക്ചർ കൂടി കാണിച്ചിട്ടുണ്ട്. അത് നമ്മുടെ നെടുമ്പാശ്ശേരിയൊക്കെ പോകുമ്പോ, ആ നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ കാര്യം അറിയില്ല നിങ്ങൾക്ക്? ആ എയർപോർട്ടിലേക്കുള്ള കംപ്ലീറ്റ് ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്നത് അവിടെ നിരത്തി വെച്ചിരിക്കുന്ന ഈ സോളാർ പാനൽസ് ആണ്. അവിടെ കംപ്ലീറ്റ് ഒരു സൈഡിൽ ഒരു ഏക്കർ 2-3 ഏക്കർ സ്ഥലത്ത്, അത് അതിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു, നിറച്ചതുപോലെ സോളാർ പാനലാണ്. അതേപോലെ ദുബായിലുള്ള അല്ലെങ്കിൽ UAE-യിലുള്ള ഒരു പ്രധാന സോളാർ പാനലിന്റെ ഒരു ഏരിയയാണ് ഇവിടെ ഈ കഥാകൃത്ത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതെവിടെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. നോക്കിക്കോ. നെക്സ്റ്റ്. At Swayhan in Abu Dhabi, I caught sight of something unexpected. It was the entrance of the Noor Abu Dhabi solar power plant. It was the largest single-site solar power plant in the world, producing a stupendous 1.2 gigawatts of power. കണ്ടോ? ഇതാണ് നമുക്ക് ഈ പിക്ചേഴ്സ് കാണിച്ചുകൊണ്ട് ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം. ഇനി നമുക്ക് വേറൊരു കാര്യം നോക്കാം. മക്കളെ, ഞാനൊരു കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയിട്ട് കാര്യമില്ലെന്നല്ല. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വേറെ ചാപ്റ്റേഴ്സ് ആയിരിക്കാം, ശരിയാണ്. പക്ഷേ കുറച്ച് വർഷങ്ങളായുള്ള ക്വസ്റ്റ്യൻ പേപ്പർ സാർ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോ അതിനകത്ത് സ്ഥിരമായിട്ട് വരുന്നൊരു ചോദ്യമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് സ്ഥിരമായിട്ടൊരു ചോദ്യമുണ്ട്. എന്താണെന്നറിയോ? പോസ്റ്റർ ഉണ്ടാക്കുക. മനസ്സിലായില്ലേ? പോസ്റ്റർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ ചോദ്യം കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് അതെപ്പോഴും ഉണ്ട്. അപ്പൊ നോക്കിക്കോ, ഇപ്രാവശ്യം സിലബസ് അല്ലെങ്കിൽ ചാപ്റ്റേഴ്സ് ഒക്കെ മാറിയെന്ന് വെച്ചിട്ട് ഈ പോസ്റ്റർ ഉണ്ടാക്കുന്ന ചോദ്യം മാറാൻ പോകുന്നില്ല. പോസ്റ്റർ നിങ്ങളോട് ചോദിക്കും കേട്ടോ. സോ പോസ്റ്റർ, എങ്ങനെ നമുക്ക് നല്ലൊരു പോസ്റ്റർ ഉണ്ടാക്കാം എന്ന് നോക്കാം കേട്ടോ. പോസ്റ്റർ എന്ന് പറഞ്ഞാൽ പോസ്റ്ററിൽ പ്രധാനമായിട്ടും വേണ്ട കാര്യങ്ങളാണ്. ഒന്ന് കണ്ടന്റ് വേണം. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കണ്ടന്റ്? ഇപ്പൊ പ്ലാസ്റ്റിക്കിനെതിരെ ഉള്ളതാണോ അല്ലെങ്കിൽ മരം വെട്ടുന്നതിനെതിരെ ഉള്ളതാണോ എന്നൊക്കെയാണെങ്കിൽ ആ കണ്ടന്റ് നിങ്ങൾ കൃത്യമായിട്ട് എഴുതണം. ഒരു പിക്ചർ വരച്ചു നോക്കണം. എന്തെങ്കിലും ഒരു പിക്ചർ വരച്ചു നോക്കടാ. അത് നല്ല പിക്ചർ, നിങ്ങൾക്ക് ഇപ്പോ നല്ലോണം വരക്കാൻ അറിയാവുന്ന ആൾക്കാർ നല്ല പിക്ചർ വരച്ചു നോക്കാം. വരക്കാൻ അറിയാത്ത ആൾക്കാർ എന്ത് ചെയ്യുക? അവനവന് പറ്റുന്ന പോലെ വരച്ചു നോക്കാം. വരയിൽ ഒരു പ്രത്യേകതയും വേണ്ട കേട്ടോ, ഒരു കാര്യവും ഇല്ല. വര എങ്ങനെയും ആയിക്കോട്ടെ, നിങ്ങൾക്ക് പറ്റുന്ന പോലെ വരച്ചു വെച്ചാൽ മതി. പക്ഷെ അവിടെ ഒരു പിക്ചർ വേണമെന്നുള്ളൂ കേട്ടോ. നല്ലൊരു പിക്ചർ വരച്ചു വെച്ചു. അതുപോലെ തന്നെ ലേ ഔട്ട്, അതായത് നല്ല രീതിയിൽ അത് വൃത്തിയായിട്ട് കാണുന്ന രീതിയിൽ ആദ്യം മുകളിൽ കണ്ടന്റ് എഴുതുക, ഈ ഒരു പിക്ചർ വരക്കുക. പിന്നെ ഒരു മെസ്സേജ് അടിയിൽ വേണം. എന്തെങ്കിലും ഒരു മെസ്സേജ് വേണ്ടേ? പ്ലാസ്റ്റിക്കിനെതിരെയോ അല്ലെങ്കിൽ മരം വെട്ടുന്നതിനെതിരെ എന്തെങ്കിലും മെസ്സേജ്, ആ മെസ്സേജും കൂടെ അടിയിൽ എഴുതും. അങ്ങനെയാണ് നല്ല പോസ്റ്റ് ഉണ്ടാക്കേണ്ടത് കേട്ടോ. ഉദാഹരണത്തിന് സാർ കുറച്ച് പോസ്റ്റ് കാണിച്ചു തരാം. എന്താ നോക്കിയേ, പ്ലാസ്റ്റിക് ഈസ് എവരിവെയർ എന്ന് പറഞ്ഞിട്ടൊരു കണ്ടന്റ് കൊടുത്തിട്ട് നമ്മൾ അതിനകത്തൊരു പിക്ചറൊക്കെ വരച്ചിട്ട് ബ്രേക്ക് ഫ്രീ ഫ്രം പ്ലാസ്റ്റിക് ഉണ്ടോ, അങ്ങനെയൊക്കെ ഒരു മെസ്സേജ് അടി കൊടുത്തിട്ടുണ്ട്. ഡോണ്ട് കിൽ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മരത്തിന്റെ പേര് കൊടുത്തിട്ട് മരത്തിന്റെ പടമൊക്കെ വരച്ചിട്ട് പ്ലാന്റ് എ ട്രീ ആൻഡ് ആഡ് ന്യൂ ഫ്രണ്ട് ഇൻ യുവർ ലൈഫ് കണ്ടോ, ഇങ്ങനെ ഒരു മെസ്സേജ് അടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള രസകരമായ ഇതുണ്ടാക്കാം, പോസ്റ്റേഴ്സ് ഉണ്ടാക്കാം. ഇതാ നോക്കി, ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റർ. അൺപ്ലഗ് കേട്ടോ. ഇതെന്താണ്? നിങ്ങൾ ഈ ഇലക്ട്രോണിക് ഡിവൈസ് കൂടുതൽ ഉപയോഗിച്ച് നിങ്ങളുടെ തല എന്തായി പോവും? വേറെ രീതിയിലായി പോകും. അപ്പൊ അത് അൺപ്ലഗ് ചെയ്യാൻ പറയുന്ന ഒരു പോസ്റ്ററാണ്. ദേ സേ നോ ടു ഡ്രഗ്സ് കണ്ടോ. ഡ്രഗ്സിന് ഉപയോഗിക്കാൻ നമുക്ക് ആവശ്യമില്ലാത്ത സാധനമാണ്. ഡ്രഗ്സ് ഒഴിവാക്കുക എന്ന് പറയുന്ന ഒരു പോസ്റ്ററാണ് അല്ലെ. പിന്നെ ഡോണ്ട് ഗെറ്റ് അഡിക്റ്റഡ് ടു ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്. ഇതൊക്കെ നല്ല മെസ്സേജുകളാണ് കൊടുക്കാൻ പറ്റിയ കേട്ടോ. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് പോസ്റ്ററിൽ ആഡ് ചെയ്യാൻ പറ്റിയ നല്ല മെസ്സേജസ്. അപ്പൊ ഈ മെസ്സേജസ് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഏത് തരത്തിലുള്ള പോസ്റ്റർ ആണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മെസ്സേജസ് ആഡ് ചെയ്യാം. നോക്കിക്കോ,
പ്രിപ്പയർ സം സ്ലോഗൻസ് ഓൺ ദ മിസ്യൂസ് ഓഫ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്. ഉണ്ടോ, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിനെതിരെയുള്ള മെസ്സേജ് ആണ് ഈ കാണുന്നത്. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്ത് പ്രയോഗിക്കാം. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിക്കോട്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് അടുത്ത് പഠിക്കാനുള്ളത് നോക്കാം. ഓക്കെ മക്കളെ, അടുത്ത് നമുക്ക് ഡയറിയാണ് പഠിക്കാനുള്ളത്. നമ്മുടെ ഈ യാത്രികൻ അയാളുടെ യാത്രയെ പറ്റി നല്ലൊരു ഡയറി എഴുതി വെച്ചാൽ എങ്ങനെ ഇരിക്കും അല്ലെ? അതൊന്ന് പഠിച്ചു നോക്കാലോ. സിമ്പിൾ ആണ്, നോക്കിക്കേ. ഡയറിയുടെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഡയറി എഴുതിന്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ അല്ലെ. അപ്പോൾ ആ ഒരു ഡേ, ഡേറ്റ്, മന്ത്, ഇയറോടുകൂടി തുടങ്ങുന്നു. വാട്ട് ആൻ അമേസിംഗ് എക്സ്പീരിയൻസ് എന്നുള്ളൊരു ആശ്ചര്യ ശബ്ദത്തോടുകൂടി അദ്ദേഹം തുടങ്ങിയേക്കുന്നുണ്ടോ? വാട്ട് ആൻ അമേസിംഗ് എക്സ്പീരിയൻസ്. എന്നിട്ട് ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ടേക്കുന്നുണ്ടോ? ഒരു വരയും താഴെ ഒരു കുത്തും. അതാണ് എക്സ്ക്ലമേഷൻ മാർക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ആശ്ചര്യം, നമ്മളുടെ ഒരു എക്സൈറ്റ്മെന്റ് കാണിക്കുന്ന ഒരു സെന്റൻസും അതിന്റെ അടിയിൽ ഒരു വരയും കുത്തും. ഇതാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഒരു ഡയറി തുടങ്ങേണ്ടത് അങ്ങനത്തെ എന്തെങ്കിലും ഒരു സെന്റൻസിലാണ്. പിന്നെ ബാക്കി വായിച്ചു നോക്കാം. ഡയറിയിൽ എല്ലാം കൃത്യമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഓരോ സഞ്ചരിച്ച സ്ഥലങ്ങളെ പറ്റിയും കൃത്യമായിട്ട് തന്നെ അദ്ദേഹം ചെറിയ ചെറിയ സെന്റൻസിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവസാനിക്കുമ്പോൾ നോക്കിയേ, ബട്ട് ഐ വിൽ ഓൾവേസ് റിമെമ്പർ ദിസ് ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിനെ നല്ല രീതിയിൽ കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നല്ലൊരു ഡയറി എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ ഡയറി പഠിച്ചാൽ നല്ലതാണ്, പഠിച്ചു വെച്ചോ കേട്ടോ. അപ്പൊ ഡയറി കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ നോക്കാം. നമുക്കിനി ഈ ചാപ്റ്ററിൽ നിന്നുള്ള എ ലെവൽ, ബി ലെവൽ, സി ലെവൽ ക്വസ്റ്റൻ നോക്കിക്കളയാം അല്ലെ. സോ എ ലെവൽ ക്വസ്റ്റൻ ആയിട്ട് സാർ പറയുന്നതാണ് റൈറ്റ് എ ട്രാവലോഗ്. ഈ ചാപ്റ്ററിൽ ഒരു ട്രാവലോഗ് എഴുതാനുള്ള സംഭവം. അതായത് ഇതൊരു യാത്രയെ പറ്റിയുള്ള ചാപ്റ്റർ അല്ലേ. അപ്പൊ ചിലപ്പോൾ നിങ്ങളോടൊരു യാത്രാ വിവരണം എഴുതാൻ പറയും. നിങ്ങളിപ്പോ ഏതെങ്കിലും ഒരു ഇമ്പോർട്ടന്റ് പ്ലേസ് അല്ലെങ്കിൽ ഒരു ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ സന്ദർശിച്ചിട്ടുണ്ടാകാം. ആ സ്ഥലത്തിനെ പറ്റി എഴുതിയാൽ മതി. ഇപ്പൊ മൂന്നാർ പോയെങ്കിൽ മൂന്നാർ പോയ ഒരു വിവരണം എഴുതാം. ഇപ്പൊ കന്യാകുമാരിയാണെങ്കിൽ കന്യാകുമാരി പോയ ഒരു വിവരണം. നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിൽ കന്യാകുമാരി പോയ ഒരു വിവരണം എഴുതിയിട്ടുണ്ട്. അത് പഠിച്ചാലും മതി കേട്ടോ. അതുപോലെ തന്നെ വേറെ ഒന്നാണ് ഒരു കോൺവെർസേഷന്റെ സാധ്യതയുണ്ട് കേട്ടോ. ഒരു കോൺവെർസേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, കോൺവെർസേഷൻ എന്ത് വേണം? 5 എക്സ്ചേഞ്ചുകളെങ്കിലും ചുരുങ്ങിയത് വേണം. അങ്ങനെ ഒരു കോൺവെർസേഷൻ. പിന്നെ ബി ലെവൽ ക്വസ്റ്റൻ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ വേ ടു സ്കൂൾ ഫ്രം യുവർ ഹൗസ്. അങ്ങനെ ഒരു ആക്ടിവിറ്റി അതിനകത്തുണ്ട്. ടെക്സ്റ്റ് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകാനുള്ള ഒരു സ്ഥലം നിങ്ങൾ വിവരിക്കുക. പിന്നെ നമ്മളിപ്പോ ഈ പറഞ്ഞ ഡയറി കേട്ടോ. ഇതൊക്കെയാണ് എ ലെവൽ ആൻഡ് ബി ലെവൽ ക്വസ്റ്റ്യൻസ്. ഓക്കെ, സി ലെവൽ ക്വസ്റ്റൻ ആയിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. എ ലെവലും ബി ലെവലും ആയിട്ട് ഇതിനകത്ത് വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോ ഈ ഇമ്പോർട്ടൻസോടുകൂടി ഈ ചാപ്റ്റർ നിങ്ങൾ പഠിക്കുക. നല്ലൊരു ചാപ്റ്റർ തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ചാപ്റ്ററാണ്, കുഞ്ഞി ചാപ്റ്ററാണ് അല്ലെ. 3-4 പാരഗ്രാഫിനുള്ളിൽ കാര്യം മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ മക്കളെ, അപ്പൊ എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കുക. അടിപൊളിയായിട്ട് എക്സാം എഴുതാം കേട്ടോ. ബൈ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.